എല്ലാവർക്കും വന്ദനം. ദുഃഖവെള്ളിയാഴ്ച എന്ന പേരിൽ ഭൂമിയിലെ എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളും ഇന്ന് ഈ ദിവസത്തെ വളരെ ഗൗരവമായും പ്രാധാന്യമായും കാണുന്ന ദിവസമാണ്. വാസ്തവത്തിൽ യേശുവിൻ്റെ ക്രൂശ് മരണം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പെസഹായെക്കുറിച്ച് കേട്ടു. പെസഹായുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു കുഞ്ഞാട് ഒരു കുടുംബത്തിന് വേണ്ടി അറുക്കപ്പെടുന്നു. എല്ലാ കുടുംബത്തിനും. അതാണ് നമ്മൾ വായിച്ചത്. എല്ലാ കുടുംബത്തിലുള്ളവരും ഈ കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കണം. കുഞ്ഞാടിൻ്റെ രക്തം അവരവരുടെ വീടുകളിൽ പുരട്ടണം. അത് മോശയുടെ അഹരോന്റെ വീട്ടിൽ മാത്രം പുരട്ടിയാൽ പോരാ, പള്ളി പുരട്ടിയാൽ പോരാ, ഓരോ വീടുകൾക്കും കുഞ്ഞാടിനെ വേണം. അതാണ് നമ്മൾ വായിച്ചത്. ഓരോ കുടുംബത്തിലുള്ളവരും അത് തിന്നാൻ ആളില്ലെങ്കിൽ അടുത്ത വീട്ടുകാരെ കൂടി അതിനു വേണ്ടി എടുക്കണം, അയൽവാസികളെ കൂടി ചേർക്കണം. ഒരു കുഞ്ഞാട് അറുക്കുമ്പോൾ ആ കുഞ്ഞാടിനെ എല്ലാവരും ഭക്ഷിക്കണം. ആ കുഞ്ഞാടിൻ്റെ രക്തം എല്ലാവരുടെ വീടുകളിൽ പുരട്ടണം. എന്നിട്ട് ആ വീട്ടിനകത്തിരിക്കണം. അപ്പോൾ പുറപ്പാട് പുസ്തകം 12:11 മുതൽ അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹ, അതായത് പാസ് ഓവർ, കടന്നു പോക്ക്. ദൈവം കടന്നു പോകുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധമെല്ലാം പെട്ടെന്നായിരിക്കണം. പെട്ടെന്ന് നിങ്ങൾ തിടുക്കത്തോടെ കഴിക്കണം. നിങ്ങൾ പതുക്കെ കഴിക്കാനുള്ളതല്ല, വേഗത്തിൽ. കാരണം നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. വസ്ത്രം ധരിച്ചു, അര കെട്ടി, വടി പിടിച്ചു. ഒരു യാത്രയുടെ പുറപ്പാടാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ പുറപ്പാടെന്നാണ്. ദ ഗ്രേറ്റ് എക്സഡസ്. മഹത്തായ ഒരു പുറപ്പാട് നടക്കാൻ പോവുകയാണ്. നീണ്ട വർഷങ്ങൾ ശത്രുക്കളുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്നവർ ഇതാ ഒന്നും ചെയ്യാതെ, ഒരു യുദ്ധവും ചെയ്യാതെ അവർ പുറത്തു വരാൻ പോകുന്നു. ദൈവം അവിടെ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നു. എങ്ങനെ? ഒരു കുഞ്ഞാടിനെ അറുത്ത കാരണത്താൽ, ആ രക്തം പുരട്ടിയ കാരണത്താൽ, ആ അപ്പം അല്ലെങ്കിൽ ആ മാംസം ഭക്ഷിച്ച കാരണത്താൽ അവരാര മുറുക്കിക്കൊണ്ട്, എങ്ങനെയാണ്? അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ടും നിങ്ങൾ തിന്നണം. ഒരുങ്ങിക്കൊണ്ട് കഴിക്കണം. ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു പുറപ്പാടാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയില്ല. നമ്മൾ വായിക്കുന്നു, മിസ്രൈമിലുള്ളവരെല്ലാം ഇവരോട് രാത്രി തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് അവരെ മാവ് വെച്ചിരുന്നത് പുളിക്കാൻ നേരം കിട്ടിയില്ല. അതിനു മുമ്പ് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്നത് അവർക്കൊരു ഓർമ്മയായിട്ട് മാറി. അവരുടെ ഉത്സവങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം, അവരുടെ യാഗങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പം വരാൻ കാരണം നേരം വെളുക്കുന്നതിന് മുമ്പേ അവരെ പറഞ്ഞു വിട്ടു. അതുപോലെ പിന്നത്തേക്ക് വെച്ചില്ല. ഇതുപോലെ കുഞ്ഞാടിന്റെ രക്തത്തിൽ ഇരിക്കുന്നവർക്ക് 24 മണിക്കൂറൊന്നും വേണ്ട വിടുതൽ കിട്ടാൻ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവർക്ക് മാവ് പുളിക്കുന്നതിന് മുമ്പേ ഒരു പുറപ്പാടുണ്ടാകും. നീ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെ തട്ടി ഉണർത്തിയിട്ട് ദേശക്കാരെ, അവിടെ സംഭവിച്ചത് മിസ്രൈമിലുള്ളവർ അവരുടെ ആഭരണങ്ങളെല്ലാം കൊടുത്ത് ഇവരെ പറഞ്ഞു വിടുകയാണ്. ഇവരെ സമ്പന്നരായിട്ടാണ് ഇവർ പോകുന്നത്. ഒരു നീണ്ട വർഷങ്ങൾ ഇവർക്കൊന്നുമില്ല. എന്നാൽ ഒരു രാത്രി കൊണ്ട് ഈ ഇസ്രായേൽ മക്കൾ സമ്പന്നരായി. അതാണ് പെസഹ. അതായിരുന്നു അവരുടെ പുറപ്പാട്. അതാണ് യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്കൊരു വലിയ പുറപ്പാട് ലഭിച്ചു. അര കെട്ടി, ചെരുപ്പിട്ട് മുറുക്കി, വടി പിടിച്ചുകൊണ്ട് തിടുക്കത്തോടെ യേശുവിനെ സ്വീകരിച്ചവർക്ക് ഒരു വലിയ പുറപ്പാടാണ്. പോകുന്ന വഴിയിൽ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും. മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വാതിലുകളും തുറന്നു വരും. പെസഹ എന്ന് പറയുന്നത് കുറച്ച് കള്ളു കുടിച്ചിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് മാറിക്കിടക്കുന്നതല്ല. ഇത് തിടുക്കത്തോടെ, അരകെട്ടി, വടി പിടിച്ചുകൊണ്ട്, യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ജയത്തിലേക്ക് പല കടമ്പകളും
താണ്ടി ഇതുവരെ പോകാത്ത വഴിയിലൂടെ പോകുന്ന യാത്രയാണ് വിശ്വാസയാത്ര അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം. ക്രിസ്ത്യാനികൾ അറിയണം പെസഹ എന്താണ്, ദുഃഖവെള്ളിയുടെ പ്രാധാന്യം എന്താണ് അറിയണം. ഇതറിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് നന്ദി പറയാൻ. അപ്പോൾ നമ്മൾ തുടർന്ന് യേശുവിനെ പാടി ആരാധിക്കുമ്പോൾ അറിയണം, ഒരാട് അറുക്കപ്പെട്ടത് കൊണ്ട്, ഒരു ഊനമില്ലാത്ത കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ധന്യമായത്. നന്ദിയുള്ളവരായി, രക്ഷിക്കപ്പെട്ടവരെല്ലാം നന്ദിയുള്ളവരായി ഇന്നത്തെ ദിവസം ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. All the saints and angels bow before your throne. All the elders cast their crowns before the Lamb of God and sing, you are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. You are worthy. You are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. And all the saints and angels bow before your throne. And all the elders cast their crowns before the Lamb of God and sing, you are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. Jesus, you are worthy of it all. You are worthy of it all. For from you are all things, and to you are all things. You deserve the glory. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, let incense arise. Day and night, night and day, day and night, day and night, night and day, let incense arise.
the glory. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലെ രണ്ടാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വീണ്ടും ഒന്ന് വായിക്കുകയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. പെട്ടെന്ന് ഇസ്രായേൽ മക്കളുടെ പെസഹയിലും ദൈവം പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ പെട്ടെന്ന് പോകണം, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. അത് പുറപ്പാട് പുസ്തകം 12:11 വാക്യം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ തിന്നണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം പുരട്ടിയ ഭവനങ്ങളിൽ, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച വ്യക്തികൾക്ക് തിടുക്കത്തോടെ ഇതുവരെ പോകാത്ത ചില പുതിയ വഴികളിലൂടെ പോകാനുള്ള വാതിലുകൾ തുറന്ന് തുറന്ന് തുറന്നു വരികയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? എല്ലാം തിടുക്കത്തോടെ, എല്ലാം പെട്ടെന്നായിരിക്കും. യേശു തൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് ക്രമീകരിച്ച അവരുടെ ഇടയിലേക്ക് പെന്തക്കോസ്ത് നാൾ, അല്ലെങ്കിൽ 10-ാം നാളിൽ, അല്ലെങ്കിൽ 50-ാം നാളിലാണ് ഇത് സംഭവിക്കുന്നത്. യേശുവിനെ ക്രൂശിച്ച് 50-ാം നാളിൽ യേശു 40ഓളം ദിവസങ്ങൾ ഭൂമിയിലുണ്ടായിരുന്നു. അതിനുശേഷം 10 നാൾ, അങ്ങനെ 40ഉം 10ഉം 50. പെന്തക്കോസ്ത് 50-ാം നാൾ. അങ്ങനെയുള്ള ആ ദിവസം, ഓരോ ദിവസത്തിൻ്റെയും കൃത്യസമയത്ത് കർത്താവ് അത് ചെയ്തു. കർത്താവ് എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യണം. പെട്ടെന്ന് ഒരു വലിയ കാറ്റടിച്ചു. ഇതുപോലെ പെട്ടെന്ന് ഈശാനമൂലൻ കൊടുങ്കാറ്റടിച്ചതും, ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് വലിയ കൊടുങ്കാറ്റടിച്ചതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ കാറ്റുകളെല്ലാം തകർക്കുന്ന, ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, ജീവിതത്തെ ഇല്ലാതെയാക്കുന്നത്, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തുന്ന കാറ്റാണ്. എന്നാൽ മറ്റൊരു കാറ്റുണ്ട്. ആ കാറ്റും കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പെട്ടെന്നായിരിക്കും അടിക്കുന്നത്. അത് അടിച്ചാൽ ആ കാറ്റിൻ്റെ പ്രത്യേകത സമാധാനം, സന്തോഷം, ആത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മാവിൻ്റെ വരങ്ങൾ, കൃപകൾ. പെട്ടെന്നായിരിക്കും ഒരു വ്യക്തി മാറുന്നു. ഈ കാറ്റടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വീഴുകയല്ല, ആ വ്യക്തി ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വരികയാണ്. ഈ കാറ്റടിച്ചാൽ ആ വ്യക്തി ആയിരുന്ന സ്ഥലത്ത് നിന്ന് ചിതറിപ്പോവുകയല്ല, അവരൊരുമിച്ച് നിൽക്കുമ്പോൾ ജനങ്ങൾ ഓടിക്കൂടുന്ന അതിശക്തമായ ഒരു ആത്മാവിൻ്റെ കാറ്റ്. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന, പ്രകൃതിയിൽ കാണുന്ന സകല കൊടുങ്കാറ്റുകളെക്കാൾ ശക്തമാണ് കൊടുങ്കാറ്റുകളെ ഉണ്ടാക്കിയ പരിശുദ്ധാത്മാവ് എന്ന കാറ്റ്. ഒരു കൊടിയ കാറ്റടിച്ചു. ദ വയലന്റ് വിൻഡ് എന്നാണ്. അതായത് വളരെ വയലന്റ് ആയിട്ടാണ് വന്നത്. വർഷങ്ങളായി കാത്തിരിക്കുകയാണ് എല്ലാവരുടെ മേലും, എല്ലാ വിശ്വാസികളുടെ മേലും വരാൻ കാത്തിരുന്ന കാറ്റ്. മോശയുടെ മേലും, മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പിന്നത്തേതിൽ 70 പേരുടെ മേലും, ഏലിയാവ്, എലീശ, ഇങ്ങനെ ചിലരുടെ മേൽ മാത്രം വന്നിരുന്ന കാറ്റിന് എല്ലാവരുടെ മേൽ വരാൻ വളരെ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഈ ഉണർവിൻ്റെ കാറ്റ് ഇതാ പെന്തക്കോസ്ത് നാളിൽ ഒരു വയലന്റ് വിൻഡായിട്ട്. വയലന്റ് നമ്മൾ പറയില്ലേ, നീ എന്തിനാണ് അത്രയും വയലന്റ് ആകുന്നത്? അത് തന്നെ ആ വരവതാണ്. ഭയങ്കരമായൊരു വരവാണ്. പെട്ടെന്നാണ് ഇവരെ മാറ്റിമറിച്ചത്. വർഷങ്ങളായിട്ട് രൂപാന്തരമില്ലാതെ ഇരുന്ന ഇവർ പെട്ടെന്ന് മാറ്റങ്ങൾ വരികയാണ്. പത്രോസൊക്കെ ആള് മാറിപ്പോയി. യോഹന്നാനും ഇവരെല്ലാം പിന്നീട് നമ്മൾ പെന്തക്കോസ്തിലെ ആ കാറ്റടിച്ച ശേഷം അവർ പഴയ ആൾക്കാരെ അല്ല, അവരും മാറിപ്പോയി. ഇതുപോലൊരു കാറ്റടിക്കാൻ പരിശുദ്ധാത്മാവ് പല വ്യക്തികൾക്ക് വേണ്ടി നാളുകളായി കാത്തിരിക്കുന്നത്. കേൾക്കുന്ന ഓരോ വീടുകളിൽ ഈ കാറ്റടിക്കട്ടെ, ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഈ കാറ്റ് അടിക്കട്ടെ. പെട്ടെന്ന് നിന്റെ മൈൻഡിനെ പുതുക്കുന്ന, നിന്റെ ചിന്താഗതികളെ മാറ്റിമറിക്കുന്ന, നിന്റെ മേൽ കരുത്ത് പകരുന്ന,
നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നിന്റെ മേൽ വലിയ ജ്ഞാനത്തെ പകരുന്ന, കൃപകളെ പകരുന്ന, പുതിയ ഭാഷകളെ തരുന്ന ഒരു കാറ്റ് അടിക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ ആത്മാവിൻ്റെ കാറ്റ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ പഴയ വ്യക്തിയെ അല്ല. അവിടെ നമ്മൾ വായിച്ചത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അങ്ങനെ തന്നെ വരണമോ? വരണം. പരിശുദ്ധാത്മാവിനെ യെരുശലേമിനെ ഒന്ന് ഇളക്കണം. നേരത്തെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ഞാൻ ആകാശത്തെയും കരയെ ഇളക്കും. അപ്പോൾ ഈ കാറ്റും ഈ മുഴക്കവുമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ആ മുഴക്കം കേട്ടിട്ടാണ് 3000-ലധികം പേര് ഓടിക്കൂടിയത്. ഈ ഒരു മുഴക്കവും ഈ കാറ്റും, അല്ലാതെ അവിടെ ഇരിക്കുന്നവർ 120 പേരിരുന്ന് അന്യഭാഷ പറഞ്ഞാൽ അതൊന്നും ആ ദേശത്തെ സ്വാധീനിക്കില്ല. ഒരു വലിയ കാറ്റടിച്ചു, വലിയ മുഴക്കമുണ്ടായി. അത് യെരുശലേം മുഴുവനും ഒന്ന് കുലുങ്ങി. അപ്പോൾ അതുപോലെ കുലുക്കുന്ന ചില കാറ്റുകൾ, കുലുക്കുന്ന ചില മുഴക്കങ്ങൾ, ഇതൊക്കെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ഓരോ വീടുകളിലേക്കും ഈ കൊടിയ കാറ്റും ഈ വലിയ മുഴക്കവും ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. സഭകളിൽ ഇറങ്ങി വരട്ടെ. ഈ ദിവസങ്ങളിൽ കൊടിയ കാറ്റ് സഭകളിൽ അടിക്കട്ടെ. ഉണർവില്ലാത്ത, ചൈതന്യമില്ലാത്ത സഭകളിൽ ഈ ഉണർവിൻ്റെ കാറ്റടിക്കട്ടെ. വെറുതെ വന്നുപോയി ഒരു പാരമ്പര്യമായിട്ട് വന്ന് പാട്ടും പാടിപ്പോകുന്ന സഭകളിൽ ഈ കാറ്റടിക്കട്ടെ. കാറ്റ് സഭയുടെ അന്തരീക്ഷത്തെ ഏറ്റെടുക്കട്ടെ. മുഴക്കം സഭയുടെ അന്തരീക്ഷത്തെ മാറ്റി മറിക്കട്ടെ. ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടാകട്ടെ. ദേവാലയത്തിൽ വർഷങ്ങളായിട്ട് ശുശ്രൂഷയ്ക്ക് പോകുന്ന പുരോഹിതൻ ആദ്യമായിട്ടാണ് സക്കരിയാവ് ഒരു ദൂതനെ ആ പ്രാർത്ഥനാ സ്ഥലത്ത് കാണുന്നത്. അതിനു മുമ്പ് വരെ ഒരു നാച്ചുറൽ ലൈഫാണ്. എന്നാൽ മോശയുടെ കാലത്തോ തേജസ് ഈ ആലയത്തിൽ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. ശലോമോന്റെ പ്രാർത്ഥനയിൽ ഈ തേജസ് ഇറങ്ങി വന്നു. പുരോഹിതന്മാർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പുരോഹിതന്മാരെല്ലാം കയറി നിൽക്കുന്നുണ്ട്. യെശയ്യാവിൽ വായിക്കുന്ന കാഴ്ചയപ്പത്തിന്റെ മേശ ഛർദി കൊണ്ട് നിറച്ചവരാണ് ഇവർ. ദൈവത്തിന്റെ ആ മുഴക്കവും കാറ്റും നഷ്ടപ്പെട്ട ആ ദേവാലയത്തിൽ ഇതാ സക്കരിയാവിന്റെ സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ വന്നപ്പോൾ തന്നെ ഇവൻ ആശ്ചര്യപ്പെട്ടു പോയി. പിന്നെ അവൻ സംസാരിക്കുന്നില്ല, കാരണം അവൻ നെഗറ്റീവ് പറഞ്ഞു. അപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, ദൈവമഹത്വം ഇറങ്ങി വരുമ്പോൾ നെഗറ്റീവ് പറയരുത്, അവിടെ വിശ്വസിക്കണം. അപ്പോസ്തലന്മാർ വിശ്വസിച്ചു, അതുകൊണ്ട് അവരെല്ലാവരും അത് പ്രാപിച്ചു. നെഗറ്റീവായി കാണുന്നവർക്ക് ഇതിനെ സ്വന്തമാക്കാൻ കഴിയില്ല. എല്ലാവരും അറിയണം, ഒരു വലിയ കാറ്റടിക്കും. സഭയിലടിക്കും, കുടുംബങ്ങൾക്കടിക്കും, ദൈവവേലക്കാരുടെ മേലടിക്കും. അന്ത്യകാലത്തെ ഏറ്റവും വലിയ ഉണർവ് ഇനി നമ്മൾ കാണാൻ പോകുന്നേയുള്ളൂ. ഭയങ്കരമായ കാറ്റടിക്കും. തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ ആ കാറ്റടിക്കും. വലിയ മുഴക്കം, ആകാശത്തിൽ വലിയ അടയാളങ്ങളുണ്ടാകും. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി നിൽക്കുന്ന മഹത്വം, ഗ്ലോറി ഇറങ്ങി നിൽക്കുന്നത് പലരും കാണും. ചിലപ്പോൾ ഗോൾഡൻ ഗിൽറ്റുകൾ ഇങ്ങനെ വീഴുന്നത് കാണും. സിൽവർ കളറായിരിക്കാം, ഏതൊക്കെയോ ഗിൽറ്റുകൾ പോലെ, സ്വർണ്ണ പൊടികൾ പോലെ ഒക്കെ യാഥാർത്ഥ്യമായിട്ട് അക്ഷരാർത്ഥത്തിൽ പല സഭകളിലും ഭൂമിയിലെ പല ചർച്ചുകളിലും ഈ ഗ്ലോറി ഇറങ്ങിയപ്പോൾ അവരുടെ പുസ്തകം തുറന്നപ്പോൾ പുസ്തകത്തിനകത്തെല്ലാം ഗിൽറ്റ്, സ്വർണ്ണപ്പൊടി, കയ്യിലല്ല സ്വർണ്ണപ്പൊടി. മാത്രമല്ല വില കൂടിയ രത്നങ്ങൾ അവരുടെ ചർച്ചിനകത്ത് വീണ് കിടന്നത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം. ഓരോ ചർച്ചുകൾ കാണിക്കുന്നുണ്ട്. ഇതൊന്നും കെട്ടുകഥകളല്ല. കാരണം സ്വർണത്തെ ഉണ്ടാക്കിയ, വെള്ളിയെ ഉണ്ടാക്കിയ, സമ്പത്തുണ്ടാക്കിയ പരിശുദ്ധാത്മാവ് പാഴ്ശൂന്യമായ ഭൂമിയിൽ പരിവർത്തിച്ച് എല്ലാം മനോഹരമാക്കിയ പരിശുദ്ധാത്മാവ് ഒരു കൊടിയ കാറ്റായിട്ട് വന്നാൽ പെട്ടെന്നായിരിക്കും നിന്റെ സാമ്പത്തിക നില മാറുന്നത്. പെട്ടെന്നായിരിക്കും നിന്റെ കുഞ്ഞിന്റെ ഭാവി തുറന്നു വരുന്നത്. ഒരു വലിയ മുഴക്കം നിനക്ക് വേണ്ടി ദൈവം, അനുഗ്രഹത്തിന്റെ മുഴക്കം, ഉയർച്ചകളുടെ മുഴക്കം,
മാന്യതകളുടെ മുഴക്കം, വർഷങ്ങളായി കാണാത്ത നന്മകളുടെ മുഴക്കം വീടുകളിൽ കാണാൻ പോവുകയാണ്, സഭയിൽ കാണാൻ പോവുകയാണ്. പ്രൈസ് ജനറേഷൻ ചർച്ച് മാത്രമല്ല, മറ്റനവധി സഭകളിലേക്ക് ഈ വലിയ മുഴക്കത്തെ യേശു അയക്കട്ടെ. നമുക്കത് വിശ്വസിക്കാം. 1-ാം നൂറ്റാണ്ടിലെ അതേ അളവിലാണ് കൊർന്നല്യോസിന്റെ വീട്ടിൽ 10-ാം അധ്യായത്തിൽ പത്രോസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദിയിൽ എന്ന പോലെ ആത്മാവ് വന്നു, കൊടിയ കാറ്റടിച്ചു, വലിയ മുഴക്കമുണ്ടായി. ഇതുപോലുള്ള അനുഭവങ്ങൾ തന്നെ ജാതികളായ കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്നു. പെന്തക്കോസ്ത് നാളിൽ നടന്നു, യഹൂദന്മാരുടെ ഇടയിൽ. കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്നു, ജാതികളുടെ ഇടയിൽ. അതിന്റെ അർത്ഥം രണ്ട് സാക്ഷികളാൽ ഏത് കാര്യം ഉറപ്പാക്കാം എന്നതുപോലെ ഈ 2 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ, മൂന്നാമത് നിങ്ങളുടെ വീടാകട്ടെ, മൂന്നാമത് നിങ്ങളുടെ കൂട്ടായ്മയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്നും പരിവർത്തിക്കുവാൻ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഒരു വലിയ കാറ്റ് നമ്മുടെ ജീവിതത്തിൽ അടിക്കട്ടെ. സ്വഭാവം മാറും, ജീവിത ശൈലി മാറും, സമാധാനം കൊണ്ട് നിറയും. പ്രാർത്ഥിക്കാം. യേശു കർത്താവെ, ഒരു കൊടിയ കാറ്റടിച്ച് ഒരു വലിയ മുഴക്കം, ഉണർവിൻ്റെ ഒരു മുഴക്കം, അതിൻ്റെ ഭാഗമായി ഇത് കേൾക്കുന്ന ഓരോ വീടുകളും നിറയട്ടെ. പത്രോസിൻ്റെ 1-ാമത്തെ ആണ്ടിലും പത്രോസ് മുഖാന്തരം കൊർന്നല്യോസിന്റെ വീട്ടിലും ആദിയിൽ എന്ന പോലെ വ്യാപരിച്ചതുപോലെ ഇനിയും ഈ അന്ത്യകാലത്ത് ഞങ്ങളുടെ ഇടയിൽ അതുപോലെ പകർച്ചകൾ വരാൻ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കും. കൃപയിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കും. ഇത് കേൾക്കുന്നവരെല്ലാം സൗഖ്യമാകട്ടെ. ഇത് കേൾക്കുന്നവരെല്ലാം വിടുതലുകൾ പ്രാപിക്കട്ടെ. പെട്ടെന്ന് ചങ്ങല അഴിഞ്ഞതുപോലെ എല്ലാവിധ ചങ്ങലകളും അഴിഞ്ഞു മാറട്ടെ. എല്ലാവിധ പുതുവഴികളും തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്കത് വിശ്വസിക്കാം. കർത്താവിൽ അവൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. നമുക്ക് ഇന്ന് ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ട്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച എന്ന് ലോകം മുഴുവനും വളരെ ഗൗരവമായി എടുക്കുന്ന ഈ ദിവസം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച്, മെയിൻ ഹാളിൽ വെച്ച് ഒരു പ്രധാന മീറ്റിംഗ്, ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ബെഞ്ചി നമ്മോട് കൂടെയുണ്ട്. എല്ലാവരും കടന്നു വരണം. മാതാപിതാക്കളും നിങ്ങളൊക്കെ കടന്നു വരുമ്പോൾ കുഞ്ഞാടിനെ എടുക്കാൻ നിങ്ങൾക്ക് ആള് പോരെങ്കിൽ അയൽവാക്കക്കാരെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ പോലെ ഈ ദുഃഖ വെള്ളിയാഴ്ചത്തെ മീറ്റിങ്ങിൽ അയൽവാസികളെ വിളിച്ചു കൊണ്ടുപോവാ, കൂട്ടുകാരെ വിളിച്ചു കൊണ്ടുപോവാ. ചർച്ച് നിറഞ്ഞ് ഓവർഫ്ലോ ആകട്ടെ. നിങ്ങൾ മുഖാന്തരം ദൈവനാമം മഹിമപ്പെടട്ടെ. വലിയ ദൈവപ്രവൃത്തി ആ ദൈവദാസന്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് പ്രാപിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.